അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പെരിന്തൽമണ്ണ ആനമങ്ങാട് പ്രദേശമാണ്. ഇൻഷാ അല്ലാഹ് തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാപനം ഉദ്ഘാടനത്തിന് വന്നതാണ്. എൻ്റെ സ്ഥാപനം ഉദ്ഘാടനം കഴിഞ്ഞത് 5 വർഷം മുമ്പ് 2021 തങ്ങളായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ തങ്ങളെ കാണാനും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കിടാനും വേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം അൽഹംദുലില്ലാഹ് സുബ്ഹാന. ഇൻഷാ അല്ലാഹ് നാളെ എന്താണ് നാളത്തെ നേർച്ചയുടെ എന്നൊക്കെ ഒന്ന് വ്യക്തമാക്കിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. ഇൻഷാ അല്ലാഹ് ഞാൻ സയ്യിദ് നിസാമുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ, ഇവിടെ ജമലുല്ലൈലി പൈതൽ മക്കാമിൽ എൻ്റെ മകൻ സയ്യിദ് മുഹമ്മദ് സ്വാലിഹ് ജമലുല്ലൈലി പൈതൽ തങ്ങളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെ മാസം തോറും സ്വലാത്തും അതേപോലെ തന്നെ മറ്റു സൽപ്രവർത്തനങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ റബീഉൽ അവ്വൽ 11-നാണ് പൈതലിൻ്റെ നേർച്ചയുടെ ദിവസം. അങ്ങനെ ആ നേർച്ച നമ്മൾ നടക്കുകയാണ്. റബീഉൽ അവ്വൽ 11 അഥവാ ഈ വരുന്ന തിങ്കളാഴ്ച അഥവാ നാളെ രാവിലെ വീടേണ്ടതായിരുന്നു. അപ്പോൾ നാളെ രാവിലെ 7 മണി മുതൽ ളുഹർ വരെയാണ് ഇവിടെ പരിപാടി ഉള്ളത്. 12 മണിയോടുകൂടി അവസാനിക്കുന്ന രൂപത്തിലാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറായ രൂപത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ തൗഫീഖ് ഉണ്ടാവട്ടെ. എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം മാറ്റി വെക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓണായാലും പെരുന്നാളായാലും മറ്റുള്ളവർക്ക് കിറ്റും കാര്യങ്ങളും സാധനങ്ങളും ഓരോന്നും, അതേപോലെ റംസാൻ നിസ്കാര കുപ്പായം ഇതൊക്കെ കണ്ട ആളുകളാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ട് ഇനി അടുത്തത് നമ്മൾ റജബ് 6-നാണ് നമ്മുടെ അജ്മീർ ഖവാജാൻ്റെ ഉറൂസും നേർച്ചയും കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ റജബിൽ. അതിനോടനുബന്ധിച്ച് ഒരുപാട് പേർക്കുള്ള അന്നദാനം. കാരണം ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 400-500 കിലോ അരിയുടെ നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ. കാരണം ഒരുപാട് ആളുകൾ വന്നാൽ നിൽക്കാനും സ്ഥലമുണ്ട്. ഒരു 500 കിലോൻ്റെ പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.